അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് 2 ദിവസം വയ്യായിരുന്നു കേട്ടോ. അവിടെ കുട്ടികൾക്കും വയ്യ, എനിക്കും വയ്യ. അപ്പോൾ ആ കൂടി ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു. അത് കാരണമാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് വെച്ചിട്ട്, അപ്പോൾ ഇന്ന് മുതൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. രാവിലെ തന്നെ നമുക്കിന്ന് കടലക്കറി നൂൽപുട്ടും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം തലേ ദിവസം പുട്ടായിരുന്നു, സാധാ പുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല ഞാൻ ഉപ്പിട്ടിട്ട് ഇന്നലെ രാത്രി തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി അങ്ങനെ രാവിലെ കുക്കറിലേക്ക് എടുത്ത് മാറ്റി അതിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇടില്ല, വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് കടല വേവിച്ചെടുക്കുക. ബാക്കി പിന്നെ മസാല പിന്നീടാണ് കേട്ടോ കൂട്ടുക. അപ്പോൾ പിന്നെ അതാ നൂൽപുട്ടിന് ഞാൻ ഇങ്ങനെയാണ് പൊടി വാട്ടാറ്. അടുപ്പത്തേക്ക് അങ്ങനെ തന്നെ പാത്രത്തിലേക്ക് പൊടി നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ വാട്ടാറില്ല കേട്ടോ. തിളപ്പിച്ച വെള്ളം ഇങ്ങനെ കൊടുന്നിട്ട് പൊടിയിൽ ആദ്യം ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ പൊടി നമ്മുടെ ഇതിൽ പത്തിരിക്കൊക്കെ വാട്ടണ പോലെ വാട്ടി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ പൊടിയിൽ വെള്ളം കുറയും. പിന്നെ നമ്മൾ കുഴച്ച് പിന്നെ നമ്മളത് കറക്കും, നൂൽപുട്ട് അച്ചിലിട്ടിട്ട് തിരിക്കുമ്പോഴൊക്കെ ഭയങ്കര പാടാണ്. ഇതാകുമ്പോൾ നമുക്ക് പാകം നോക്കിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടെ. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ പൊടി വാട്ടിയിട്ടാവും എടുക്കുന്നുണ്ടാവുക. ഇതുപോലെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സിമ്പിളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി നമുക്ക് ആ സംഭവം സേവനാഴിയിലിട്ടിട്ട് കറക്കാനും സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ആക്കുമ്പോൾ. അപ്പോൾ എല്ലായിടത്തേക്കും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമാണത്. അപ്പോൾ എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. വാടിയതിന് ശേഷം ഇതാ നമ്മുടെ ചട്ട കണ്ടല്ലോ, അതിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇങ്ങനെ പൊടിയിൽ നന്നായിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മയം വരും. പിന്നെ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ മതി. അപ്പോൾ കണ്ട നന്നായി പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വലിയൊരു കിണ്ണത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ റോളാക്കിയിട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കാസ്ട്രോൾ ഉണ്ടല്ലോ അതിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പൊടി ഉണങ്ങില്ല, നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ സേവനാഴിയിൽ ഇട്ടിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടിരിക്കും. അപ്പോൾ നമുക്കതെല്ലാം ഇങ്ങനെ റോളാക്കിയിട്ട് ഒരു കാസ്ട്രോളിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. നമ്മുടെ കയ്യിൽ ആദ്യമൊന്നും വാഴാനിയിലുള്ളപ്പോൾ ഒന്നും നൂൽപുട്ടിൻ്റെ അച്ച് ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിയ നൂലായിരുന്നു. അത് കാരണം കയ്യിൽ ഉണ്ടാക്കാൻ വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നീട് അത് നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഉമ്മയുടെ നൂലപ്പത്തിൻ്റെ അച്ചാട്ടോ. ഉമ്മ അവിടെ ഉണ്ടാക്കാറൊന്നുമില്ല. അപ്പോൾ ഞാനതെടുത്തിട്ട് കൊടുന്നിട്ട് ഞാൻ ഉണ്ടാക്കാറ്. അത് ഉമ്മ ഉപയോഗിക്കാതെ വെച്ചിട്ട് ആകെ തുരുമ്പായേക്കൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ നൂൽപുട്ടിനുള്ള എല്ലാതും നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാം. ചിലപ്പോൾ ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൊടി അവിടെ വെള്ളം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കുറച്ചും കൂടി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങനെ റോളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വലിയ കിണ്ണുണ്ടെങ്കിൽ അതിലാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സേവനാഴിയിലേക്ക് വേണ്ട ഇതുപോലെ ഓരോ റോൾ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുക വേണ്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടെടുത്തിട്ട് അപ്പോഴേക്കും ഉണ്ടാക്കിയിട്ട് വെക്കില്ല ചെയ്യും. ഇങ്ങനെ റോളാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാട്ടോ. ഓരോ റോള് ഇതുപോലെ സേവനാഴിയിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതിലിട്ടിട്ട് കറക്കി കൊടുക്കാം, പീച്ചി കൊടുക്കാം. മറ്റേ ഇപ്പൊക്കെ ചുമരുമ്മ വെക്കുന്ന സംഭവം ഉണ്ടല്ലേ, ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ വീട്ടിൽ ചുമരിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ എന്താ പറയുക ഇതുപോലെ സേവനാഴിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് പിടിക്കേണ്ട ആവശ്യമില്ല. അത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ അതിലേക്ക് മാവ് നിറയ്ക്കണത് എനിക്ക് അത്ര സിമ്പിളായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അത് ഊരിയിട്ടൊക്കെ വേണ്ടേ മാവ് നിറയ്ക്കണമെങ്കിൽ, അതൊരു പാട് പോലെയാണ് തോന്നിയിരിക്കുന്നത്. ഇത് പൊടി നല്ലോണം വാട്ടിയിട്ടുണ്ട്. പൊടി നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എന്താ പറയുക എളുപ്പമായിട്ട് പോരും. പിന്നെ പൊടി ഇത്തിരി വാടൽ കുറവൊക്കെ ആയാലാണ് നമുക്ക് തിരിക്കാനൊക്കെ പാടുണ്ടാവുള്ളൂ. കണ്ടോ, ഇതൊന്നും തിരിക്കാൻ ഒരു പാടുമില്ല, പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നൂലപ്പം ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ നാളികേരം ഇടാറില്ല കേട്ടോ. ചിലർ നൂലപ്പത്തിൽ അടിയിൽ നാളികേരം ഇട്ടിട്ട് അതിൻ്റെ മേലെ നൂലപ്പം പീച്ച് വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ തേങ്ങയൊക്കെ ഇടുന്നവരുണ്ട്. ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല നാളികേരം ഇട്ടിട്ടുള്ള നൂലപ്പം, ഇഷ്ടമല്ല. കുഞ്ഞു കഴിക്കുന്നില്ല, വേണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ നാളികേരം ഇടാറില്ല കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ഇവിടെ പിള്ളേർക്ക് തേങ്ങാപ്പാലും നൂലപ്പമായിരുന്നു ഇഷ്ടം. ഇപ്പോൾ അവർക്കത് ഇഷ്ടമല്ല.
ആദ്യം എപ്പോഴും പറയും നൂലപ്പം ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ മതി എന്നാണ് പറയുക. ഇപ്പോൾ തേങ്ങാപ്പാൽ കഴിച്ച് കഴിഞ്ഞാൽ ഒരു മത്താണ്, തലയ്ക്കൊരു സുഖം ഉണ്ടാവില്ല, കിടക്കാൻ തോന്നുകയാണ്. അത് ചിലപ്പോൾ ശരിയാവും, രാവിലെ തന്നെ ഇത് കഴിക്കുമ്പോൾ തലയ്ക്കൊക്കെ ഒരു മത്ത് പോലെയൊക്കെ ഉണ്ടാവും, എനിക്കുണ്ടാവാറ്. പിന്നെ പെട്ടെന്ന് തന്നെ വിശക്കും നമുക്ക് കാലത്ത് തന്നെ നൂലപ്പമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, അല്ല നൂലപ്പവും തേങ്ങാപ്പാലും കഴിക്കുകയാണെങ്കിൽ. നമുക്കിനി കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നൂലപ്പമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് സവാള വഴറ്റി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാള വഴറ്റി കൊടുക്കാം. സവാളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീച്ചിട്ട് സവാള അരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ സവാളൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് പെരുംജീരകവും കൂടിയിട്ട് നമുക്കിനി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കാം. കുറച്ച് പെരുംജീരകം ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് പെരുംജീരകവും കൂടിയിട്ടിട്ട് കടലക്കറി വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ വെക്കണ ഒരു സ്റ്റൈലിലാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പത്തിന് നമ്മുടെ നൂലപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് നമുക്കെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അടുത്ത തട്ടിയിലിട്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കാം കേട്ടോ. ഇനി എനിക്ക് മറ്റേ സംഭവം മേടിക്കണം. നമ്മുടെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, പ്ലേറ്റിൽ ഇങ്ങനെ നൂലപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 4 എണ്ണമൊക്കെ ഉള്ളത് അടക്കടക്കായിട്ട് വെക്കൂലേ, അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. അത് അങ്ങനെയൊക്കെ പറയണത്. അടക്കടക്കാക്കി വെച്ചിട്ട് അങ്ങനെ തന്നെ നമ്മൾ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് സുഖമാണ്. 4 ആൾക്ക് ഒരേ പ്ലേറ്റിൽ എടുത്താൽ മതി. ഒറ്റ ട്രിപ്പിൽ പണി കഴിയും. നമ്മുടെ ഗ്യാസിനും ലാഭമാണ്. അത് ഒരെണ്ണം വാങ്ങിക്കണം ഇനി എപ്പോഴെങ്കിലും, ഇൻഷാ അള്ളാ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ സവാളൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചതും കൂടിയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം മാറണ വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടാൽ. ഗരം മസാലപ്പൊടി ഇടുന്നത് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഞാൻ അപ്പോൾ ഇതൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ ഗരം മസാലപ്പൊടി ഇട്ടത് കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിച്ചിട്ടില്ല. ഗരം മസാലപ്പൊടി ഇടണം, നിർബന്ധമായിട്ട് ഇടണം. അതല്ലെങ്കിൽ പിന്നെ ചിക്കൻ മസാലയുടെ പൊടിയോ അല്ലെങ്കിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ കടല കൊടുന്നിടാം കേട്ടോ. അപ്പോൾ കടല വെന്തിട്ട് ഇരിക്കണ്ടായിരുന്നു. അതിന് കുറച്ച് കടല ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കടല ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ അരച്ച കറിയുടെ ഒരു ഫീലാണ്. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ച്, ഇവിടെ പിള്ളേർക്ക് നല്ല ചാറ് വേണം കറിക്കൊക്കെ. അപ്പോൾ എന്താ പറയുക, അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരച്ച് വെച്ച കടല ഉണ്ടല്ലോ, കടല അരയ്ക്കാൻ നിന്നപ്പോൾ നല്ലൊരു പണി കിട്ടിയിട്ടാണ്. കടല ഞാൻ മിക്സിയുടെ മുകളിൽ വെച്ചിട്ട് ശരിക്കും പോലെ മൂടിയില്ല തോന്നുന്നു. മിക്സി അങ്ങോട്ട് ഓണാക്കിയപ്പോൾ കടല മൊത്തം തെറിച്ച് അടുക്കളയിൽ മൊത്തം കടലയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വൃത്തിയാക്കേണ്ടി വന്നു. അത് കാരണം കുറച്ച് കടല അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ തെറിച്ച് പോയി. പിന്നെ രാവിലെ ആയ കാരണം ഒന്ന് പറക്കാനോ ഒതുക്കാനൊന്നും നിന്നില്ല, പിള്ളേർക്ക് പോവണ്ടേ. ഏശമോളും ആച്ചൂട്ടനൊന്നും പോയിട്ടില്ല കേട്ടോ. ആച്ചൂട്ടന് പനിയാണ്, ഏശമോൾക്ക് കാല് വേദനിച്ചിട്ട് ഏശമോൾ പോയിട്ടില്ല പറയാം. അപ്പോൾ അത് കാരണം കുഞ്ഞൂന് എന്തായാലും 7 മണിയാകുമ്പോൾ പോകണമല്ലോ. അപ്പോൾ പിന്നെ കടല പറക്കാനൊന്നും നിന്നില്ല കേട്ടോ. അവനെല്ലാം ആക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ അടുക്കള ക്ലീൻ ചെയ്യാൻ നിന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ ഓണാക്കിയപ്പോൾ മിക്സി ഓണാക്കിയപ്പോൾ മൂടി വെച്ച് ശരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല. അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ട്. ഇനി ഈ കടലക്കറി തൂമിക്കൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ്, നമ്മൾ സവാള വാട്ടിയതാണല്ലോ, പിന്നെ ഇനിയൊരു തൂമിക്കലൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ആയിട്ട് പിന്നെ അതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ട്. മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ നൂലപ്പവും കടലക്കറിയും കൂടിയിട്ട് കുഞ്ഞുവിന് കൊടുക്കുക കേട്ടോ. കുഞ്ഞുവിനൊരു 3 എണ്ണം ആ ചെക്കൻ കഴിക്കില്ല. അവന് രാവിലെ തന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവന് എണീറ്റ് കഴിഞ്ഞാൽ കുറേ നേരം അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നിട്ടൊക്കെയാണ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് വശം പല്ല് തേച്ച് മുഖം കഴുകി കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. അതിനെ നിർബന്ധിച്ചിട്ട് വാരി കൊടുത്തിട്ടൊക്കെയാണ് 2 3 ഉരുളയൊക്കെ കഴിച്ചിട്ട് പോകണത്. ഭയങ്കര മടിയാണ് കഴിക്കാൻ. അവൻ കഴിച്ചോട്ട് വെച്ചിട്ടാണ് അവന് ഇഷ്ടമുള്ളത് ഓരോന്നൊക്കെ ഉണ്ടാക്കണത്. അവൻ്റെ അടുത്ത് ചോദിക്കും തലേ ദിവസം എന്താ വേണ്ടതെന്നൊക്കെ. എന്നിട്ട് ഉണ്ടാക്കിയാലും ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്.
നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അവൻ്റെ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അത് മേടിച്ചിട്ട് അവിടെ മൂടി വയ്ക്കാൻ തോന്നും. വേഗം കഴിക്കില്ല, നുള്ളി നുള്ളി ഇരിക്കുകയുള്ളൂ. അപ്പം നാളെ നല്ല വിശേഷമൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.